എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മികച്ച അവസരമാണ് എത്തിയിരിക്കുന്നത്. ISROയുടെ കീഴിലുള്ള ISRO ടെലിമെട്രി ട്രാക്കിംഗ് ആൻഡ് കമാൻഡ് നെറ്റ്വർക്ക് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരിക്കുകയാണ്. ഈ റിക്രൂട്ട്മെൻറ്റിലൂടെ ടെക്നിക്കൽ, സയൻറ്റിഫിക്, സപ്പോർട്ട് വിഭാഗങ്ങളിലായി വിവിധ തസ്തികകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ഏതൊക്കെ തസ്തികകളിലേക്കാണ് ഒഴിവുകളുള്ളത്, യോഗ്യതകൾ എന്തൊക്കെയാണ്, അവസാന തീയതി എന്നാണ് തുടങ്ങിയ വിവരങ്ങളെല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. നമുക്ക് നോട്ടിഫിക്കേഷൻസ് നോക്കാം. 27/6/2026 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് 20/7/2026. ഇവിടെ ഒരു സെൻറ്റൻസ് അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ ലയബിൾ ടു ബി പോസ്റ്റഡ് എനിവെയർ ഇൻ ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് കിട്ടാവുന്നതാണ്. കേരളത്തിലും വേക്കൻസി പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ദ പോസ്റ്റ് ആർ ടെമ്പററി എന്നും പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് താൽക്കാലിക വേക്കൻസി ആണെന്നല്ല ഉദ്ദേശിക്കുന്നത്. ജോബ് പെർമനൻ്റ് ആണ്, ബട്ട് പെർഫോമൻസ് അനുസരിച്ചായിരിക്കും അതിൽ തുടരാനാവുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ബട്ട് ലൈക്ലി ടു കണ്ടിന്യൂ എന്നും കൊടുത്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ഉള്ളവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ ഈ സെൻറ്റൻസിനെ മനസ്സിലാക്കേണ്ടത്. നമുക്ക് ആദ്യത്തെ പോസ്റ്റ് നോക്കാം. ഇതിൽ ടെക്നീഷ്യൻ ബി, പോസ്റ്റ് കോഡ് 001, ITI ഇലക്ട്രോണിക് മെക്കാനിക്കാണ് ആദ്യമായിട്ട് വിളിച്ചിരിക്കുന്ന പോസ്റ്റ്. ഇതിൽ 2 യൂണിറ്റിലായിട്ടാണ് വേക്കൻസി കൊടുത്തിട്ടുള്ളത്. IST RACയിൽ 5, MCFൽ 3, അൺറിസർവ്ഡ് 2, OBC 1, EWSന് 2. ഇങ്ങനെയാണ് വേക്കൻസി കൊടുത്തേക്കുന്നത്. ST STക്ക് അൺറിസർവ്ഡ് കാറ്റഗറിയിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. MCFൽ നോക്കിയാൽ ജനറൽ 1, SC 1, EWS 1 ഇങ്ങനെയാണ് വരുന്നത്. ഡിസബിലിറ്റി ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇതിലേക്ക് അപേക്ഷിക്കുന്നതിനായി SSLC തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ ITI NDC ഓർ NAC ഉണ്ടാവണം. ഇലക്ട്രോണിക്സ് മെക്കാനിക്, ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക് സിസ്റ്റം, മെക്കാനിക് കൺസ്യൂമർ ഇലക്ട്രോണിക് അപ്ലയൻസസ്, മെക്കാനിക് ഇൻഡസ്ട്രിയൽ ഇലക്ട്രോണിക് ഇതിലേതെങ്കിലും ഒന്നിൽ ITIയോ NDCയോ NACയോ ഉണ്ടായിരുന്നാൽ മതി. എങ്കിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അടുത്ത പോസ്റ്റ് ITI കാർപ്പൻ്ററാണ്. 1 വേക്കൻസിയാണുള്ളത്. OBCക്ക് മാത്രം റിസർവ് ചെയ്തിരിക്കുന്ന വേക്കൻസിയാണ്. യോഗ്യത പറയുന്നത് SSLC ആണ്. അതിൻ്റെ കൂടെ കാർപ്പൻ്റർ ട്രേഡിൽ ITIയോ NTCയോ NACയോ ഉണ്ടായിരിക്കണം. സെലക്ഷൻ വരുന്ന റിട്ടൺ ടെസ്റ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് വരുന്നത് ഡ്രാഫ്റ്റ്മാൻ സിവിലാണ്. OBCക്ക് റിസർവ് ചെയ്തിട്ടുള്ള 1 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അപേക്ഷിക്കുന്നതിനായി SSLC തത്തുല്യ യോഗ്യത ഉണ്ടായിരിക്കണം. കൂടെ ഡ്രാഫ്റ്റ്മാൻ സിവിൽ ട്രേഡിൽ ITIയോ NTCയോ NACയോ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അടുത്ത പോസ്റ്റ് വരുന്നത് ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ പോസ്റ്റാണ്. OBCക്ക് റിസർവ് ചെയ്തിട്ടുള്ള 1 വേക്കൻസിയാണ് ഇതിലുള്ളത്. ഇതിൽ യോഗ്യത പറയുന്നത് SSLC ഉണ്ടായിരിക്കണം. കൂടെ ഡ്രാഫ്റ്റ്മാൻ സിവിലിൽ ITIയോ NTCയോ NACയോ ഉണ്ടായിരിക്കണം. സെലക്ഷൻ പറഞ്ഞിരിക്കുന്നത് റിട്ടൺ ടെസ്റ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൽ പറയുന്നത് ഇലക്ട്രോണിക്സിന് 6 വേക്കൻസി ഉണ്ടെന്നാണ്. ഇതിൽ പ്രധാനമായിട്ട് നോക്കാനുള്ളത് തിരുവനന്തപുരത്ത് 1 ജനറൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ ഒരു വേക്കൻസിയിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. യോഗ്യത പറയുന്നത് ഇലക്ട്രോണിക്സിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടാവണം. അത് ശ്രദ്ധിച്ച് തന്നെ എല്ലാവരും അയക്കാൻ ശ്രമിക്കുക. സെലക്ഷൻ പറയുന്നത് റിട്ടൺ ടെസ്റ്റ്, കമ്പ്യൂട്ടർ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് മെക്കാനിക്കലിന് OBCക്ക് റിസർവ് ചെയ്തിട്ടുള്ള 1 വേക്കൻസി പറയുന്നുണ്ട്. ഇതിൻ്റെ യോഗ്യത പറഞ്ഞിരിക്കുന്നത് എൻജിനീയറിങ്ങിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ്
ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. അടുത്ത പോസ്റ്റ് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് ആണ്. 4 വേക്കൻസിയാണ് ഉള്ളത്. OBCക്ക് 2, EWS 1, ജനറൽ 1. ഇങ്ങനെയാണ് ഈ പോസ്റ്റിന് വേക്കൻസീസ് വിളിച്ചിരിക്കുന്നത്. യോഗ്യത പറയുന്നത് BSc കമ്പ്യൂട്ടർ സയൻസിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ശ്രദ്ധിച്ച് തന്നെ അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കണം. അടുത്തൊരു പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് BSc മാത്തമാറ്റിക്സ് ആണ്. 1 വേക്കൻസിയാണുള്ളത്. അത് ജനറൽ വേക്കൻസിയാണ്. ആർക്ക് വേണമെങ്കിലും അപേക്ഷ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ യോഗ്യത പറയുന്നത് BSc മാത്തമാറ്റിക്സിൽ ഫസ്റ്റ് ക്ലാസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. അടുത്തൊരു വേക്കൻസി വിളിച്ചിരിക്കുന്നത് ലൈബ്രറി അസിസ്റ്റൻറ്റ് A. OBCക്ക് റിസർവ് ചെയ്തിട്ടുള്ള 1 വേക്കൻസിയാണുള്ളത്. യോഗ്യത പറയുന്നത് ഫസ്റ്റ് ക്ലാസ്സോടെ ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടാവണം. അതിൻ്റെ കൂടെ ലൈബ്രറി സയൻസ് അല്ലെങ്കിൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ ഫസ്റ്റ് ക്ലാസ്സോടെ മാസ്റ്റേഴ്സ് ഡിഗ്രിയും നേടിയിരിക്കണം. ഇതിന് റിട്ടൺ ടെസ്റ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റാണ് വരുന്നത്. അടുത്തൊരു പോസ്റ്റ് കുക്കാണ്. ഈ പോസ്റ്റിന് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ISTRACയിൽ 1, MGFൽ 1. ഇങ്ങനെയാണ് വേക്കൻസി വരുന്നത്. 2ഉം ജനറൽ വേക്കൻസിയാണ്. ആർക്ക് വേണേലും അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. യോഗ്യത പറയുന്നത് SSLC ആണ്. ഇതിന് എക്സ്പീരിയൻസ് പറയുന്നത് ഹോട്ടൽ അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ നിന്നുള്ള 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. ഒരു വ്യക്തിയിൽ നിന്ന് തരുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. ഇതിന് റിട്ടൺ ടെസ്റ്റ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. ഇത്രയും പോസ്റ്റുകളാണ് ഇതിൽ പറയുന്നത്. ഇനി പേ ആൻഡ് അലവൻസും ഏജ് ലിമിറ്റും നമുക്ക് നോക്കാം. ടെക്നീഷ്യൻ B, ഡ്രാഫ്റ്റ്മാൻ B, പോസ്റ്റ് കോഡ് 001, 002, 003, 004. ഇത് ലെവൽ 3യിൽ വരുന്ന പോസ്റ്റുകളാണ്. പെർ മന്ത് 21,700 രൂപയും അഡ്മിസിബിൾ അലവൻസും ലഭിക്കുന്നതാണ്. അടുത്തത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ്, ലൈബ്രറി അസിസ്റ്റൻറ്റ് A. 005, 006, 007, 008, 009 ആണ് പോസ്റ്റ് കോഡ്. ലെവൽ 7ൽ വരുന്ന പോസ്റ്റുകളാണ്. പെർ മന്ത് 44,900 രൂപയും അഡ്മിസിബിളായിട്ടുള്ള അലവൻസസും ലഭിക്കുന്നതാണ്. കുക്ക് A 010 പോസ്റ്റ് കോഡ് ലെവൽ 2ൽ വരുന്നു. 19,900 പെർ മന്ത് ലഭിക്കുക. അതിൻ്റെ കൂടെ അഡ്മിസിബിളായിട്ടുള്ള അലവൻസസും ലഭിക്കുന്നതാണ്. ഇതിൻ്റെ എല്ലാം പ്രായപരിധി 18 മുതൽ 35 വയസ്സ് വരെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് ഹൗ ടു അപ്ലൈ. ഇനി എങ്ങനെയാണ് അപേക്ഷ സബ്മിറ്റ് ചെയ്യേണ്ടതെന്ന് പറയാം. വെബ്സൈറ്റ് ത്രൂ ഓൺലൈൻ ആപ്ലിക്കേഷനാണ് വരുന്നത്. ISROയുടെയോ ISTRACയുടെയോ വെബ്സൈറ്റ് ത്രൂ അപേക്ഷിക്കാൻ സാധിക്കും. അപേക്ഷിക്കാനുള്ള ലിങ്ക് വരുന്നത് www.isro.gov.in അല്ലെങ്കിൽ www.istrac.gov.in. ഈ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. 27/6/2026 10 മുതൽ 20/7/2026 11:55 PM വരെയാണ് ടൈം ഉള്ളത്. മറക്കാതെ തന്നെ എല്ലാവരും അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിന് ഡോക്യുമെൻറ്റ്സ് കൂടി അപ്ലോഡിംഗ് ആയിട്ട് വരുന്നുണ്ട്. ക്ലിയർ ആയിട്ടുള്ള സ്കാൻഡ് കോപ്പീസ് അപ്ലോഡ് ചെയ്യണം. ഒന്ന്, റീസെൻ്റ് ആയിട്ടുള്ള കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടാവണം. JPG ഓർ JPEG ഫോർമാറ്റിൽ ഉള്ളതായിരിക്കണം. സൈസ് പറയുന്നത് 50 KB to 100 KB ആയിരിക്കണം. JPG ഓർ JPEG ഫോർമാറ്റിലുള്ള സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സൈസ് പറയുന്നത് 50 KB to 100 KB ആണ്. എല്ലാ എസൻഷ്യൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതെല്ലാം ശ്രദ്ധിച്ച് തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. അത് നിങ്ങൾ നോട്ടിഫിക്കേഷൻ കൃത്യമായി വായിച്ചു നോക്കുക. ആപ്ലിക്കേഷൻ ഫീസ് പറയുന്നുണ്ട്. ടെക്നിക്കൽ അസിസ്റ്റൻ്റ്, സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് പോസ്റ്റിലേക്ക് 750 രൂപ ഫീ എല്ലാ കാൻഡിഡേറ്റ്സും അടയ്ക്കേണ്ടതാണ്. ഇതിൽ 250 രൂപ ആപ്ലിക്കേഷൻ ഫീയും
500 രൂപ പ്രോസസ്സിംഗ് ഫീയുമാണ് വരുന്നത്. SC ST ഡിസബിലിറ്റി എക്സ് സർവീസ്മാൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫുൾ ഫീ അതായത് 750 റീഫണ്ട് ലഭിക്കുന്നതാണ്. എന്നാൽ ജനറൽ OBC മെയിൽ കാൻഡിഡേറ്റ്സിന് പ്രോസസ്സിംഗ് ഫീ ആയിട്ടുള്ള 500 മാത്രമാണ് റീഫണ്ടായിട്ട് കിട്ടുന്നത്. എന്നാൽ എക്സാം അറ്റൻഡ് ചെയ്താൽ മാത്രമാണ് നമുക്ക് റീഫണ്ടായിട്ടുള്ള എമൗണ്ട് ലഭിക്കുകയുള്ളൂ. ടെക്നീഷ്യൻ B, ഡ്രാഫ്റ്റ്മാൻ B, കുക്ക് പോസ്റ്റുകളിലേക്ക് ടോട്ടൽ 500 രൂപയാണ് ഫീസ് വരുന്നത്. ആപ്ലിക്കേഷൻ ഫീ 100 രൂപയും പ്രോസസ്സിംഗ് ഫീ 400 രൂപയുമാണ്. SC ST എക്സ് സർവീസ്മാൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫുൾ എമൗണ്ട് ആയിട്ടുള്ള 500 രൂപയും റീഫണ്ട് ലഭിക്കുന്നതാണ്. ബാക്കിയുള്ള എല്ലാവർക്കും 400 രൂപയായിട്ടുള്ള പ്രോസസ്സിംഗ് ഫീ ആണ് ലഭിക്കുന്നത്. അത് ശ്രദ്ധിച്ച് തന്നെ വായിച്ചു നോക്കണം. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴാണ് ഇത് ലഭിക്കുകയുള്ളൂ. എക്സാം നടക്കുന്നത് ബംഗളൂരുവിലാണ് എന്ന് പറയുന്നുണ്ട്. സെൻറ്റേഴ്സൊക്കെ ബംഗളൂരുവിലാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഡിഫറെൻറ്റ് സിറ്റീസ് അക്രോസ് ഇന്ത്യ എന്നും ഇവർ പറയുന്നുണ്ട്. അതിനർത്ഥം കേരളത്തിലും സെൻറ്റേഴ്സ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ കേരളത്തിൽ സെൻറ്റേഴ്സ് ഇല്ല, ബംഗളൂരു വരെ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ട് ആരും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാതിരിക്കരുത്. കൃത്യമായി തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കണം. ഇത്രയും ഡീറ്റെയിൽസുകളാണ് പറയാനുള്ളത്. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ച് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. യോഗ്യതയുള്ളവർ 2026 ജൂലൈ 20 മുമ്പ് അപേക്ഷകൾ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യൂ, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യൂ. നന്ദി.